ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹെയർ ബോ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരുപാട് പേര് ജ്വല്ലറീസും ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജ്വല്ലറി പുതിയൊരു ബിഗിനിങ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഹെയർ ബോസൊക്കെ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതേപോലെയുള്ള ജ്വല്ലറീസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാറ്റലോഗ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബേസിക് ആയിട്ടുള്ളത് മാത്രമല്ല, അതല്ലാതെയുള്ള കുറച്ച് മെറ്റീരിയൽസും കൂടെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ജ്വല്ലറി ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ടൂൾസാണ്. ടൂൾസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3 ടൈപ്സ് ഓഫ് ടൂൾസാണ്. ഇതല്ലാതെയും ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷേ മെയിനായിട്ട് ബേസിക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഈ ഒരു 3 ടൂൾസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കട്ടിംഗ് പ്ലെയറാണ്. ഓക്കെ, ഇതല്ലാതെ വേറെയും ടൈപ്പ് കട്ടേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് കട്ടർ ഇതാണ്. നമ്മൾ ഗിയർ വയറോ എലാസ്റ്റിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോപ്പർ വയറൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് വേണ്ടില്ല, ഇതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് കട്ടായി കിട്ടും. കണ്ടില്ലേ, അതാണ് കട്ടറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള പ്ലെയറാണ്. പ്ലെയർ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ യൂസ് ചെയ്യുന്നത് ഇതേപോലെ കുറച്ച് ഫ്ലാറ്റായിട്ട് ഒരു ഹാഫ് എന്താ പറയുക ഫ്ലാറ്റായിട്ട് വരുന്ന പ്ലെയറാണിത്. നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക ഇതുപോലെ നമ്മുടെ ഗിയർ ലോക്കില്ലേ, അത് ഗിയർ വയറിൽ, ഇതിപ്പോൾ കോപ്പർ വയറാണ് കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഗിയർ വയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രസ്സായി നിന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഫസ്റ്റ് ഉപയോഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് ഒരു യൂസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ജംപ് റിങ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ജംപ് റിങ്സ് കൈകൊണ്ട് ഓപ്പൺ ചെയ്താൽ പോരെ? നമുക്ക് കൈകൊണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഒരുപാട് ജ്വല്ലറീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു ദിവസം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10, 50, 60 അല്ലെങ്കിൽ 100 ചെയിൻസൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്രയും ജംപ് റിങ്സ് കൈ കൊണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖത്തിനും കയ്യിനും ഒക്കെ ഡാമേജ് വരും. അതിനാണ് ടൂൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള റൗണ്ട് നോസ് പ്ലെയറാണ് കേട്ടോ. റൗണ്ട് നോസ് പ്ലെയർ എന്നാണ് ഇതിന് പറയുന്ന പേര്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ലൂപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ലോറിയൽസൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാങ്ങിങ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് പിന്നും ഐ പിന്നും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ലൂപ്പ് ഉണ്ടാക്കില്ലേ, ആ ലൂപ്പ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇതുപോലെ ഇത് കണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൂപ്പിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ഫ്ലാറ്റ് നോസ് പ്ലെയർ ഉണ്ട്, അതേപോലെ തന്നെ ബെൻഡ് നോസ് പ്ലെയർ ഉണ്ട്, പഞ്ച് ഹോൾ, നമ്മൾ മെറ്റൽ ഐറ്റത്തിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ MDFിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പഞ്ച് ചെയ്ത് ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ച് നോസ് പ്ലെയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് വേറെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു 3 പ്ലെയേഴ്സ് എന്തായാലും അത്യാവശ്യമായിട്ട് വേണം. നെക്സ്റ്റ് നമുക്ക് ബേസിക്കായിട്ട് വരുന്ന മെറ്റീരിയൽസ് ജംപ് റിങ്സും അതുപോലെ തന്നെ ഹെഡ് പിന്നും ഐ പിന്നും ആണ് കേട്ടോ.
അപ്പോൾ ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ കുറച്ച് ലെങ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഐപ്പിൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു മെറ്റലിൻ്റെ പീസ് ഓഫ് എന്താ പറയുക പിന്നായിരിക്കും. അതിനകത്ത് ഇതുപോലെ എന്താ പറയുക ഹോള് പോലെ വരും. ഇതിൻ്റെ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും ഉണ്ടാവും. ഞാൻ എല്ലാം എടുത്ത് കാണിച്ചാൽ ഒരുപാട് ലെങ്ത്തായി പോകും. ഓക്കെ, ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡും ഉണ്ടാവും. ഓക്കെ, ഇനി ഹെഡ് പിൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോള് വരുന്ന ഭാഗത്ത് നിങ്ങൾക്കൊരു ആനയുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ടാവും. നിങ്ങൾ ജ്വല്ലറി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഹെഡ് പിന്ന്. ഓക്കെ, ഇത് ഹെഡ് പിന്ന്, ഇത് ഐ പിന്ന്. ഹെഡ് പിന്ന് നോർമലി നമ്മൾ ഹാങ്ങിങ്സ് അതല്ലാന്നുണ്ടെങ്കിൽ പെൻഡൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് കണക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇയറിങ്സിലും അതുപോലെ തന്നെ ചെയിനിലൊക്കെ കണക്റ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐ പിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ആ ഒരു ഹെഡ് പിന്നിൽ തന്നെ നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് വരും. ഓക്കെ, എനിക്കധികം ജ്വല്ലറി മേക്കിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജംറിങ് ആണ്. നമ്മൾ മെയിനായിട്ട് എല്ലാ ജ്വല്ലറിയിലും യൂസ് ചെയ്യുന്ന ബേസിക് മെറ്റീരിയൽസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ജംറിങ്സ് നമുക്ക് അതേപോലെ ഈ ഒരു കളറിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണിത്. ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സിൽവറിൽ വരുന്ന ജംറിങ്സ്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജംറിങ്സ് ആണ്. ഇതിൻ്റെ തന്നെ പല സൈസിൽ നിങ്ങൾക്ക് വരും. ഇത് ഗോൾഡൻ ജംറിങ്, ഇതിൻ്റെ തന്നെ പല സൈസിൽ വരും. ഈ ഒരു വട്ടം, അതായത് ഈ ഒരു ഡയമീറ്റർ കൂടിയതും കുറഞ്ഞതും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ജ്വല്ലറി മേക്കിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിലും ചെറുതും അതുപോലെ തന്നെ ഇതിലും വലിയ സൈസൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു നമ്മുടെ ഉള്ളതിൽ പുതിയൊരു ഐറ്റം വന്നിട്ടുള്ളതാണ് ഈ ഒരു ജംറിങ്ങിൻ്റെ തന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഷെയ്ഡിൽ. ഇത് ഇതുവരെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സാമ്പിൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ കളറിലാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ ഇയറിങ്സൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ ടൈപ്പ് ഇയറിങ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോർമൽ ആ ഒരു സിൽവർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാച്ചിങ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒരു ബേസിക് ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഇതിനകത്ത്. പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് എന്താ പറയുക വയേഴ്സ് ഉണ്ടല്ലോ. വയേഴ്സ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ഗിയർ വയറാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇത് കോപ്പർ വയർ നോർമലി നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെയർ ആക്സറീസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത് മെറ്റലാണ്. ഇതിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അതുപോലെ അവിടെ അങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ഒരു കോപ്പർ വയർ എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുമായിരിക്കും. അത് കണ്ടില്ല, ഇതിൻ്റെ ഷേപ്പിൽ ഇതേപോലെ നിൽക്കും. ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പോലത്തെ ഒരു സംഭവമാണ് ഗിയർ വയർ. ഇതിൻ്റെയൊക്കെ ഗോൾഡനും സിൽവറും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന റൈറ്റാണ് ഇതേപോലെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക് നോർമലി ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതേപോലെയുള്ള എന്താ പറയുക ഗിയർ ലോക്കുകൾ വരും. ഓക്കെ, ഗിയർ ലോക്ക് ഇപ്പോൾ ഇത് സിൽവറാണ് കേട്ടോ. ഗിയർ ലോക്ക് തന്നെ പല സൈസിൽ നമുക്ക് വരും. ഇതൊരു സൈസ്. നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് പീസ് റേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇത് വേറൊരു സൈസ്. ഓക്കെ, ഇതന്നെ പല സൈസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് അല്ല, ഗിയർ ലോക്ക് ഇതേപോലെ കുഞ്ഞു ബീഡ്സ് പോലെ ഞാൻ ആ ലോക്ക് ചെയ്ത് കാണിച്ചു തന്നില്ലേ, അതുപോലെ ആയിരിക്കും. നമ്മളിതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഗിയർ ലോക്കൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഗിയർ ലോക്ക് പോലെ തന്നെ ലോക്ക് ബീഡ്സ് വരുന്നുണ്ട്. ലോക്ക് ബീഡ് എന്ന് പറയുമ്പോൾ ഗിയർ ലോക്കിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസായിരിക്കും. പക്ഷേ ഇതൊരു ചെറിയ പൊട്ടൽ വരും. നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ പൊട്ടൽ വരും. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിന് നമ്മളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും കറക്റ്റ് യൂസ് എന്താണെന്നുള്ളതൊക്കെ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ട്യൂട്ടോറിയലായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലാസ് പെയ്ഡ് ക്ലാസ്സാണ്, ഫീ ഉണ്ടാവും ക്ലാസ്സിന്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ചെയിനുകളാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ, കാരണം ഒരുപാട് മെറ്റീരിയൽസ് കാണിക്കാനുണ്ട്. അപ്പോൾ
ഫസ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെയുള്ള ഒരു ചെയിനാണ്. നമ്മൾക്ക് മാല അല്ലെങ്കിൽ പാദസരം, കൈച്ചെയിനൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചെയിന്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഈ ടൈപ്പ് ഒരു ചങ്ങല പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ്. ഇത് നിങ്ങൾക്ക് മാല മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാറുള്ളത് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ്സ് വരുന്ന മാലകൾ അല്ലെങ്കിൽ പാദസരം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ പാദസരവും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചെയിനാണ് ഇത്. അതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ചെയിനുകൾ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇയറിങ്ങിൻ്റെ ബേസ്. ഇതിൻ്റെ തന്നെ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും. ഇതിന് ബാക്ക് സ്റ്റഡ് ഉണ്ടാവില്ല, ഇത് മാത്രമായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ബാക്ക് സ്റ്റഡ് എക്സ്ട്രാ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്ക് സ്റ്റഡ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതേപോലുള്ള ഹൂപ്പ് ഇയറിങ്സ്. ഇതൊക്കെ മെയിനായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, അതായത് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവർ. നെക്സ്റ്റ് അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ സൈസിൽ വരുന്നത് ഗോൾഡ്. ഇതിൻ്റെ തന്നെ പല സൈസിലും പല ഗോൾഡിനും സിൽവറിനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റമാണ് ഇതേപോലെയുള്ള പേൾ ബീഡ്സ്. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബീഡ്സിനേക്കാളും ഡബിൾ പോളിഷ്ഡ് ആയിട്ട് വരുന്ന ബീഡ്സ് യൂസ് ചെയ്യാം, ഗ്ലാസ് ബീഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഷെൽ ബീഡ്സ് അവൈലബിൾ ആണ്. ഷെൽ ബീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീയിലിട്ടാൽ പോലും അതിൻ്റെ കളർ പോകില്ല, ആ ടൈപ്പിൽ വരുന്ന ബീഡ്സാണ് ഒറിജിനൽ ഷെൽ ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല റേറ്റും വരുന്നുണ്ട്. നമ്മൾ അത്രമാത്രം റേറ്റിന്, അതായത് നല്ല ജ്വല്ലറീസൊക്കെ ചെയ്ത് നല്ലതെന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ടൈപ്പിലല്ലാതെ നമ്മുടെ നോർമൽ ഇപ്പോൾ ഗോൾഡിൻ്റെ ജ്വല്ലറി പോലെയൊക്കെയുള്ള ജ്വല്ലറീസൊക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെൽ ബീഡ്സ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത്താണ്, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ പിന്നെ വേറൊരു വീഡിയോയോട് ഷെയർ ചെയ്യണ്ടേ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഇയറിങ്സിൽ തന്നെ ഈ ഒരു ഫിഷ് ഹുക്ക് പോലെ വരുന്ന ഇയറിങ്സ്. ഓക്കെ, അതിൻ്റെ തന്നെ സിൽവർ ഷെയ്ഡ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഐറ്റംസ് പറയുന്നത് കുറച്ച് ടൈപ്പ് ഓഫ് ലോക്കുകളാണ്. പല ടൈപ്പിലുള്ള ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതാണ് ലോബ്സ്റ്റർ ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഇത് എസ് ഹുക്കാണ്. എസിൻ്റെ ഷേപ്പിൽ വരുന്ന അതിൻ്റെയും ഗോൾഡും സിൽവറും ഇതിൻ്റെയൊക്കെ റോസ് ഗോൾഡൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ബ്ലാക്ക് കളറില്ലേ, ബ്ലാക്ക് മെറ്റൽ, അതും ഉണ്ടാവും. പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെയിൻ ലോക്ക്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വരുന്ന ചെയിൻ ലോക്ക്. അതിൻ്റെ തന്നെ സിൽവർ. ഇതാണ് മെയിനായിട്ട് നമ്മളത് ഇപ്പോൾ സ്റ്റോക്കുള്ളത്, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലോക്ക്. ഇതിൻ്റെ തന്നെ വേറെയും പല ടൈപ്പ് ഓഫ് ലോക്ക്സ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് നമ്മൾ നോർമൽ ഇയറിങ്സിൻ്റെ ബേസ് കണ്ടു. ഇനി അതിൽ തന്നെ ഇതുപോലെ വരുന്ന ഇയറിങ്സിൻ്റെ ബേസും ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരു ഹാങ്ങിങ്സോ ഒരു ബട്ടർഫ്ലൈയോ അതല്ലാന്നുണ്ടെങ്കിൽ ജുംക്കയുടെ ബേസൊക്കെ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബേസുകളും ജ്വല്ലറി മേക്കിങ്ങിന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ഐറ്റമാണ് ഈ ഒരു മാലയുടെ ബാക്കിൽ കൊടുക്കുന്ന ഈ ഒരു സ്ക്രൂ ലോക്ക്. ഓക്കെ, നോർമലി എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു, നമ്മുടെ മുത്തുമാലയുടെ ഒക്കെ പുറകിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കുന്തൻ സ്റ്റോണിൽ. ഇപ്പോൾ നമ്മളടുത്ത് ഇത് ഒറിജിനൽ കുന്തനാണ് കേട്ടോ. അതൊരു പീസിന് 20 രൂപ റേറ്റ് വരും. ഒറിജിനലായിട്ടുള്ള കുന്തൻ സ്റ്റോണാണ്. നമുക്ക് മാല ചെയ്യാൻ അതല്ലാന്നുണ്ട് ഹെയർ ബോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ മെയിനായിട്ട് മാല ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഒറിജിനൽ കുന്തൻ സ്റ്റോണാണ്. പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ലോക്കറ്റ്സ് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ലോക്കറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെയും ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളതാണ്. ഇതല്ലാതെയും ഒരുപാട് ടൈപ്പ് ഓഫ് പെൻഡൻസ് നിങ്ങൾക്ക് ആ ഒരു ചെയിൻ വാങ്ങിയാൽ എങ്ങനെയും 2 മാല ചെയ്യാനുള്ള അളവിലുണ്ടാവും. ഒരു യാർഡായിട്ടാണ് നമുക്ക് വരിക. അപ്പോൾ ഇത്രയും ലോക്കറ്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റലിൻ്റെ ചാംസ് ഉണ്ടല്ലോ, മെറ്റലിൻ്റെ ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് സ്റ്റോണൊക്കെ യൂസ് ചെയ്തിട്ടും ഉള്ളതാണ്. ഇതിപ്പോൾ ഒറിജിനൽ മെറ്റലിൽ മാത്രമായിട്ട് വരുന്ന കുറച്ച് ലോക്കറ്റ്സാണ്. അതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ.
അത് അപ്പോൾ ഇതേപോലെയുള്ള മെറ്റലിൻ്റെ ചാംസും നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ മെയിനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ മെറ്റലിൻ്റെ തന്നെ പല ബീഡ്സ് നമുക്ക് കിട്ടും. നമ്മുടെ നോർമൽ ബീഡ്സ് പോലെ മെറ്റലിൻ്റെ ബീഡ്സ് കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു 2 ടൈപ്പ് ഓഫ് ബീഡാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈ ബീഡും അതുപോലെ തന്നെ ഇതൊരു എലിഫൻറ്റിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ബീഡും. ട്രഡീഷണൽ ജ്വല്ലറീസൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സിൽവർ മാത്രമേ ഉള്ളൂ കേട്ടോ കയ്യിൽ. അപ്പോൾ ഇത് നമുക്ക് സിൽവർ ചെയിനൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു പെൻഡൻറ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്ന നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസാണ്. പിന്നെ വരുന്നത് ഇതുപോലെ നോർമൽ ഞാനിപ്പോൾ ഒരു പെൻഡൻറ്റ് കാണിച്ചല്ലോ. ഈ ഒരു പെൻഡൻറ്റിൻ്റെ താഴേക്ക് നമുക്ക് ഹാങ്ങിങ്സ് കൊടുത്തിട്ട് എന്താ പറയുക, പെൻഡൻ്റായിട്ടും അതുപോലെ തന്നെ ഇയറിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതുപോലെയുള്ള ജുംക്ക ബേസസും അതുപോലെ തന്നെ ആംഗ്ലറ്റിൻ്റെ ലോക്കൊക്കെയാണ്. ഈ ജുംക്ക ബേസിൽ നമുക്ക് ഇവിടെ ഒരു ഫിഷ് ഹുക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പല ടൈപ്പ് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗോൾഡ്, സിൽവർ, ഇതേപോലെ ആൻറ്റിക് ഗോൾഡ്. പിന്നെ ഇത് നമുക്ക് വരുന്നത് എന്താ പറയുക, ആംഗ്ലറ്റ്, ഈ പാദസരം ചെയ്യില്ല, ആ പാദസരത്തിൻ്റെ ലോക്കാണ്. സിൽവർ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ സിൽവറും ഉണ്ടാവും, ഗോൾഡും നമ്മൾ യൂസ് ചെയ്യും. ഇത് പിന്നെ സമൂസ എന്നാണ് പറയുന്നത്, കറക്റ്റ് പേരെനിക്കറിയില്ല, അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. സമൂസ നമ്മൾ മെയിനായിട്ട് ജ്വല്ലറി നെക്ക് പീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്ലസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതിന് പേരായിട്ട് ഇയറിങ്സ്. ഇത് നമുക്ക് ഇതുപോലെയും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിങ്ങനെ തലതിരിച്ച് വെച്ചും യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ജ്വല്ലറീസ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വർക്ക്ഷോപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ വാട്സപ്പിൽ. നെക്സ്റ്റ് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിനകത്ത് വന്നിട്ടുള്ളത് മെയിനായിട്ട് മെറ്റലിൻ്റെ ക്യാപ്പുകളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പെൻഡൻറ്റ് വരുന്നുണ്ട്. പെൻഡൻറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീഡ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബീഡ്സിൻ്റെ 2 സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഹെഡ് പിന്നിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു മെറ്റൽ ക്യാപ്പ് ആഡ് ചെയ്തിട്ട് ഒരു ബീഡ് ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെയും ഒരു മെറ്റൽ ക്യാപ്പ്. ഇതിൻ്റെ 3 ടൈപ്പ് ഓഫ് മെറ്റൽ ക്യാപ്പാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗോൾഡിൻ്റെ ഒരു ടൈപ്പും അതുപോലെ തന്നെ സിൽവറിൻ്റെ ഒരു ടൈപ്പും, 2 ടൈപ്പും. സിൽവറിൻ്റെ ഈ ഒരു ടൈപ്പും അതേപോലെ തന്നെ 10 അല്ല 12 mm ബീഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റൽ ക്യാപ്പും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 2 പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. പിന്നെ ബേസിക് ഐറ്റംസ് കാണിച്ചാൽ നമ്മൾ മിസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതേപോലെയുള്ള ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഫ്യൂസ് വയർ മെയിനായിട്ട് ലോറിയൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ലോറിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഇതിപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് എന്താ പറയുക, ഒറ്റ കളറിലായതുകൊണ്ട് നമുക്ക് ഏത് ബീഡ്സ് വെച്ചിട്ടും ലോറിയൽസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫ്യൂസ് വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഐറ്റം വരുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് ജ്വല്ലറി മേക്കിങ്ങിന് വേറൊരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെമ്മറി വയർ എന്ന് പറയുന്നത് കേട്ടോ. മെമ്മറി വയർ, ബ്രേസ്ലെറ്റ്, ഇയറിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ തന്നെ ഗോൾഡും സിൽവറും ഒക്കെ എന്താ പറയുക യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റോണിൻ്റെ സ്പേസർ ഉണ്ടല്ലോ, ഡയമണ്ട് സ്റ്റോൺ വരുന്ന സ്പേസറാണിത്. നമ്മൾ ബീഡ്സിൻ്റെ ഇടയിലൊക്കെ എന്താ പറയുക ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഐറ്റംസ് ജ്വല്ലറീസ് ആയാലും അതുപോലെ തന്നെ ഇയറിങ്സിലും നിങ്ങൾക്ക് ഏത് ആക്സറീസിൽ വേണം, നമ്മൾ ഹെയർ ബോസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജ്വല്ലറി മേക്കിങ്ങിനും യൂസ് ചെയ്യാം. അതിൻ്റെ ഗോൾഡും അതുപോലെ തന്നെ സിൽവറുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റം കേട്ടോ. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്ന സ്റ്റോൺ ചെയിന്, നമ്മൾ ഇയറിങ്സും അതുപോലെ തന്നെ പെൻഡൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അതും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ നെക്ലസിൻ്റെ ബാക്കിൽ ബാക്ക് ത്രെഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ നെക്ലസിൻ്റെ 2 സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗോൾഡിൻ്റെ നെക്ലസ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഡയമണ്ട് സ്റ്റോണുകൾ അല്ലെങ്കിൽ സ്റ്റോൺ വിത്ത് ബാക്ക് ക്യാപ്പ് വരുന്ന ടൈപ്പ് സ്റ്റോൺസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തന്നെ വലിയ ടൈപ്പുകൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തന്നെ ഇതുപോലെ വരുന്ന വലിയ ടൈപ്പും
നമ്മൾ യൂസ് ചെയ്ത്. ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ഈ ഒരു ടൈപ്പ്, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്. ഇപ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കാണിക്കുക കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയത് കാരണമാണ് ഓരോന്നും എടുത്ത് കാണിക്കാത്തത്. ഇതുപോലെ വരുന്ന സ്റ്റോൺ നമുക്ക് മാലയുടെയൊക്കെ സെൻറ്ററിലായിട്ടിത് ചോക്കർ ടൈപ്പ് മാല ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആക്സസറിയാണ് ഇത്. പിന്നെ മെറ്റലിൻ്റെ ക്യാപ്പ് തന്നെയാണ്. നമുക്ക് ചെറിയ ബീഡ്സിൽ 4 mm വരുന്ന ബീഡ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റൽ ക്യാപ്പാണ് കേട്ടോ. ഇത് ആ ബീഡിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ടൈപ്പാണ്. നെക്സ്റ്റ് വരുന്നത് ബീഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രേസ്ലെറ്റ് നമുക്കൊരു ജ്വല്ലറി ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് ബീഡ്. ഇത് ഒറിജിനൽ ഗ്ലാസ് ബീഡാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ആണ്. ഇതിൻ്റെ പ്ലെയിനും അതുപോലെ തന്നെ എന്താ പറയുക, ഇതേപോലെ പ്രിൻ്റഡ് ടൈപ്പും എല്ലാം നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്ന മെറ്റലിൻ്റെ ഗോൾഡൻ ബീഡ്സാണ്. ഇത് മെറ്റലാണ്, മൈക്രോപ്ലേറ്റഡാണ്, കളറ് പോവാത്ത ടൈപ്പാണ് കേട്ടോ. നെക്സ്റ്റ് ഇതേപോലെ അതിൻ്റെ ചെറിയ സൈസിൽ വരുന്ന ബീഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയതാണ് നമ്മൾ വീഡിയോ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ നമുക്കിനിയും ഒരുപാട് മേക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ക്ലാസ് എന്താ പറയുക, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. താങ്ക് യു.